every regular Lindeloff space is normal എന്നുള്ള theoremത്തിന്റെ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോർമൽ എന്ന് പ്രൂവ് ചെയ്യാൻ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു, ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് എടുത്തു. അത് രണ്ട് ഓപ്പൺ സെറ്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കിവിടെ റെഗുലാരിറ്റി ഉള്ളത്. ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ് എടുത്തു. അപ്പോൾ ആദ്യത്തെ ക്ലോസ്ഡ് സെറ്റ് സിയിൽ നിന്ന് പോയിന്റ് നമ്മൾ ഓരോന്നായി മാറ്റി കൊടുത്തു. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് സി, സി ഇന്റർസെക്ഷൻ ഡി ഫൈ ആയതുകൊണ്ട് എക്സ് മൈനസ് ഡി ഓപ്പൺ കണ്ടെയ്നിങ് എക്സ്, ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്. റെഗുലാരിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ സെറ്റ് യു എക്സ് കിട്ടും, സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് യു എക്സ് ആൻഡ് യു എക്സ് ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ഡി. ഇതെല്ലാം എക്സിനും ചെയ്ത് ഓപ്പൺ ആണ്, ഇതെല്ലാം എക്സിനും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് യു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് സി ഈസ് എ കവർ ഓഫ് എക്സ്, കവർ ഓഫ് സി. പക്ഷെ ലിൻഡലോഫ് സ്പേസ് ആണ്. ലിൻഡലോഫ്നെസ് ഒരു വീക്ക്ലി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്. സി ക്ലോസ്ഡ് സെറ്റ് ആണ്. അപ്പൊ ഇതിനൊരു കൗണ്ടബിൾ സബ് കവർ ഉണ്ട്. കൗണ്ടബിൾ സബ് കവർ, ഇതിലെ കൗണ്ടബിൾ എണ്ണം ഉപയോഗിച്ച് സിയെ കവർ ചെയ്യാം. അതിന് നമ്മൾ പേര് കൊടുക്കുവാണ്, u1 u2, നമ്മളാണ് പേര് കൊടുക്കുന്നുള്ളത് ഓർത്തോണം. u1 u2 എക്സെട്ര un, ഇതിലെ കുറെ എണ്ണത്തിനെ പെറുക്കി നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്തു. ദിസ് ഈസ് എ സബ് കവർ ഓഫ് സി ലിൻഡലോഫ് പ്രോപ്പർട്ടി ഉപയോഗിച്ച്. ഇതിന്റെ യൂണിയൻ എടുത്താൽ അതിൻ്റെ അകത്ത് സി ഉണ്ടാവും ഉറപ്പാ. സിയിലെ പോയിന്റ്സ് ആണ് ഇത് കിടക്കുക. പക്ഷെ നമുക്ക് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് കൊണ്ട് സി ആൻഡ് ഡി എൻ സെപ്പറേറ്റ് ചെയ്യണം. ആ കാരണത്തിന് വേണ്ടി നമ്മളൊരു പുതിയ ഡെഫിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ജി എൻ എന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നതാണ്. യു എൻ മൈനസ് യൂണിയൻ ഐ ഈക്വൽ ടു, അത് പറയണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഡിയിലും ചെയ്യണം. ഇപ്പൊ ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ്, എക്സ് എന്ന് വിളിക്കത്തില്ല, ഡിയിലെ ആകുമ്പോൾ വൈ എന്ന് വിളിക്കാം. ഫോർ ഓൾ വൈ എലമെന്റ് ഓഫ് ഡി, സി ആൻഡ് ഡി ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് എക്സ് മൈനസ് സി ഓപ്പൺ ആണ്. സിക്കകത്ത് ഡിയിലെ പോയിന്റ് ഇല്ല, പക്ഷെ എക്സ് മൈനസ് സിക്കകത്ത് അപ്പോൾ ഉറപ്പായിട്ടുണ്ടാവും. ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് വൈ ആയിരിക്കും. അപ്പോൾ അതുപോലെ വൈയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് വി വൈ ഓരോ സ്ഥലത്തും കിട്ടും. വി വൈ ക്ലോഷർ, ഇതെല്ലാം നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഞാൻ സമ്മറൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി. റെഗുലാരിറ്റിയുടെ ഡെഫിനിഷൻ അല്ല, ക്യാരക്ടറൈസേഷൻ വഴി കിട്ടുന്ന റിസൾട്ടാണ്. അങ്ങനെ വരുമ്പം ഓപ്പൺ സെറ്റുകൾ വി വൈകൾ ഓരോ വൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഡിക്ക് കവർ ആവും, ഇത് ഡിക്ക് കവർ ആവും. ഡിയും ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ലിൻഡലോഫ് സ്പേസ് ആണ്. അതിനൊരു കൗണ്ടബിൾ സബ് കവർ ഉണ്ട്. ആ കൗണ്ടബിൾ ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ പേര് കൊടുക്കുന്നു, v1 v2 എക്സെട്ര vn എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഡിക്കും സിക്കും കൗണ്ടബിൾ സബ് കവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ ജി എൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, ഇനി യൂണിയൻ യു എന്നുകളുടെ യൂണിയൻ എടുത്താൽ സി അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. വി എന്നുകളുടെ യൂണിയൻ എടുത്താൽ ഡി അതിൻ്റെ അകത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. സി സബ്സെറ്റ് ഓഫ് ഡി സബ്സെറ്റ് ഓഫ് ഉള്ളതെന്നുള്ളതാകും. പക്ഷേ ഇതിൽ ഈ നമ്മളിപ്പോൾ യൂണിയൻ എടുത്ത് ഡിസ്ജോയിന്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയ രണ്ട് സെറ്റുകൾ ഡിഫൈൻ ചെയ്യുന്നു. ജി എൻ യു എൻ മൈനസ് യൂണിയൻ ഐ ഈക്വൽ ടു 1 to n. ജി എൻ ആണ് യു എന്നിൽ നിന്ന് അതുവരെയുള്ള ഇവിടുത്തെ പറയുന്നത് വി ഐ ക്ലോഷർ. യു എൻ മൈനസ് v1 തുടങ്ങി വി എൻ വരെയുള്ളതിന്റെ യൂണിയൻ, ക്ലോഷറിന്റെ യൂണിയൻ. അതുപോലെ ഇവിടെ എച്ച് എൻ ഡിഫൈൻ ചെയ്യും. എച്ച് എൻ ഈക്വൽ ടു, അതാകുമ്പോൾ വി എന്നിൽ നിന്ന് ഇവിടുത്തെ ആദ്യത്തെ എണ്ണം കുറയ്ക്കും. യൂണിയൻ ഐ ഈക്വൽ ടു 1 to n യു ഐ ക്ലോഷർ. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഇതുകൊണ്ടാവില്ല. അപ്പോൾ ജി എന്നുകളുടെ യൂണിയൻ, ജി ഈക്വൽ ടു യൂണിയൻ ജി എൻ ഈക്വൽ ടു 1 to infinity. അതുപോലെ എച്ച് ഈക്വൽ ടു യൂണിയൻ എൻ ഈക്വൽ ടു 1 to infinity എച്ച്. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സി ഈസ് എ സബ്സെറ്റ് ഓഫ് ജി, കഴിഞ്ഞ വീഡിയോ ഒന്നുകൂടെ നോക്കിയാൽ മതി. ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് എച്ച് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ജിയും എച്ചും ഡിസ്ജോയിന്റ് ആണ്. ജി ഇന്റർസെക്ഷൻ എച്ച് ഈക്വൽ ടു 5 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. ജി ഇന്റർസെക്ഷൻ എച്ച് ഈക്വൽ ടു 5 എന്ന് പ്രൂവ് ചെയ്യാനാണ്. ഇഫ് ജി ഇന്റർസെക്ഷൻ എച്ച് നോട്ട് ഈക്വൽ ടു 5, ഇത് 5 അല്ല എന്ന് വിചാരിക്കുക. ജി എന്നാ പറഞ്ഞേക്കുന്നത് യൂണിയൻ ജി എൻ, എച്ച് എന്നാ പറഞ്ഞേക്കുന്നത് യൂണിയൻ എച്ച്. ഇതാണ് നമ്മുടെ ജി എന്ന് വിചാരിക്കുക. ഷേപ്പ് ഒന്നും നോക്കണ്ട, നമ്മൾ വെറുതെ അറിയാൻ വേണ്ടി വരയ്ക്കുന്നതാണ്. അത് G1 ദെൻ G2, ഇതിങ്ങനെ കുറെ പേരുടെ യൂണിയൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. G3 എക്സെട്ര, അങ്ങനെ കുറെ പേരുടെ യൂണിയൻ. എച്ച് അടുത്ത സെറ്റ്, ദിസ് ഈസ് G, ദിസ് ഈസ് H. ഇതുപോലെ H1 യൂണിയൻ H2
യൂണിയൻ H3 യൂണിയൻ എക്സെട്ര. അപ്പൊ ഇവര് ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജി വെച്ചും ഇങ്ങനെ കുറെ പേരുടെ യൂണിയൻ ആണ്, ജി വെച്ചും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം തന്നെ ഇന്റർസെക്ട് ചെയ്തെങ്കിൽ G1 H1 ഇന്റർസെക്ട് ചെയ്യണം നിർബന്ധമില്ല, G1 H2 ഇന്റർസെക്ട് ചെയ്യണം നിർബന്ധമില്ല. G1 ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും G1 എന്ന് പോലും പറയത്തില്ല, ഇതിൽ ഏതെങ്കിലും ഒരു GM ഇന്റർസെക്ഷൻ HM എന്ന് വേണമെന്നില്ല, HN എന്ന് പറയാം. ഇതേ സഫിക്സ് ആയിരിക്കണമെന്നില്ല. G2 H2 തമ്മിലാവണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. G5ഉം H7ഉം തമ്മിലാവാം. അങ്ങനെ ഏതോ ഒരു പെയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. GM ഇന്റർസെക്ഷൻ HN വേറെ സഫിക്സ് ആകാം, നോട്ട് ഈക്വൽ ടു 5. ഇതിലെ ഏതോ ഒരെണ്ണവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത G വെച്ച് തമ്മിൽ ഇന്റർസെക്ട് ചെയ്തു എന്നാണ് അതിന് അർത്ഥം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എടുത്ത എമ്മും എന്നും തമ്മിലുള്ള റിലേഷൻ ഞാൻ ഇങ്ങനെ സപ്പോസ് ചെയ്യാണ്. സപ്പോസ് M<n. അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കി സെറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പേര് വിളിക്കുന്നത് നമ്മളാ. ഇവിടെ കൗണ്ടബിൾ സെക്ടോർ കിട്ടിയപ്പോൾ ഇതിന് പേര് വിളിച്ചനുസരിച്ചാണ് GNഉം HNഉം ഒക്കെ ഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതിലെ കുറച്ച് പേര് പുറകെ കിടക്കുന്ന കുറച്ച് പേര് എടുത്ത് നമുക്ക് മുമ്പിലിട്ടൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ GMHN പറഞ്ഞെടുത്ത് M<n എന്ന് അസ്യൂം ചെയ്യുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല. M<n ആണ്. GMഉം HNഉം തമ്മിലുള്ള ഇന്റർസെക്ഷനിൽ ആരെങ്കിലും ഒക്കെ ഉള്ള ഒരാളെ നമുക്കൊരു പേരങ്ങ് വിളിക്കാം. പോയിന്റ്സ് ഉള്ളതുകൊണ്ടാണല്ലോ ഇന്റർസെക്ഷൻ നോൺ എംപ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു പോയിന്റിനെ എടുക്കാം. ലെറ്റ് x element of GM ഇന്റർസെക്ഷൻ HN. ഈ ഇന്റർസെക്ഷനിലെ ഒരു പോയിന്റ് ആകട്ടെ x, GM ഇന്റർസെക്ഷൻ HN. ഇന്റർസെക്ഷനിലാകുമ്പോൾ രണ്ടിടത്തും ഉണ്ടല്ലോ. x element of GM എന്ന് പറഞ്ഞാൽ GM ബൈ ഡെഫിനിഷൻ GM ആണ്, ഇത് GN. GM ആകുമ്പോൾ UM മൈനസ്. എനിവേ GM is contained in UM. GM contained in UM. UM ആണെങ്കിൽ UM ക്ലോഷറിലും കണ്ടെയ്ൻഡ് ആണ്. ഇതൊരു വഴിക്ക്. അതുപോലെ x element of HN എന്ന് പറഞ്ഞിട്ടുണ്ട്. HN എന്ന് പറഞ്ഞാൽ എന്താ? HN ഈക്വൽ ടു VN മൈനസ് ഓഫ് ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുവാണ്, U1 ക്ലോഷർ യൂണിയൻ എക്സെട്ര യൂണിയൻ UN ക്ലോഷർ. അപ്പൊ x HNൽ ഉണ്ടെന്ന് പറഞ്ഞാൽ x VNൽ ഉണ്ട് ഉറപ്പായിട്ടും. പിന്നെ എന്നാ ഇവിടെ ഇല്ല. x U1 ക്ലോഷറിൽ ഇല്ല, U2 ക്ലോഷറിൽ ഇല്ല, UN ക്ലോഷറിൽ വരെ ഇല്ല. M<n. U1 ക്ലോഷർ യൂണിയൻ M<n ആണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എവിടെയോ UM ക്ലോഷർ ഉണ്ട്. ഇത് U1 ക്ലോഷർ U2 ക്ലോഷർ അങ്ങനെ എഴുതി പോകുമ്പോൾ UM ക്ലോഷർ യൂണിയൻ എക്സെട്ര യൂണിയൻ M പുറയിലല്ലേ, UN ക്ലോഷർ എന്നാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ x HNലാണെങ്കിൽ x VNൽ ഉണ്ട്, ഇവിടെ ഒന്നിലും ഇല്ല. ഇവിടെ ഒന്നിലും ഇല്ലെന്ന് പറഞ്ഞാൽ MNനേക്കാൾ പുറയിലായതുകൊണ്ട് UM ക്ലോഷറിലും ഇല്ല. ഇംപ്ലൈസ് x നോട്ട് ആൻ എലമെന്റ് ഓഫ്, മനസ്സിലായല്ലോ, VN മൈനസ് ഓഫ് ദിസ് എന്നാണ് HNന്റെ ഡെഫിനിഷൻ. x HNൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് VNൽ നിന്ന് പെറുക്കി കളഞ്ഞ പോയിന്റ്സ്, അവിടെ ആ പോയിന്റ് ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ ഒരിടത്തും ആ x ഇല്ല എന്ന് പറഞ്ഞാൽ UM ക്ലോഷറിലും ഇല്ല. It's not an element. M<n. UM ക്ലോഷർ സ്റ്റാൻഡ്സ് ബിഹൈൻഡ് UN ക്ലോഷർ. UN ക്ലോഷറിന്റെ പുറകിലാണ് UM ക്ലോഷർ ഇരിക്കുക. ഇത് UM കഴിഞ്ഞിട്ടാണ് UN വരിക. അപ്പൊ UM ക്ലോഷറിലും x ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ x UM ക്ലോഷറിൽ ഉണ്ടെന്ന x GMൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം, x HNൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം x UM ക്ലോഷറിൽ ഇല്ല എന്നാണ്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഇന്റർസെക്ഷനിൽ x ഉണ്ടെങ്കിൽ ഇതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞത് ഇന്റർസെക്ഷനിൽ പോയിന്റ് ഒന്നും ഇല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് ഇഫ് G ഇന്റർസെക്ഷൻ H ഈക്വൽ ടു ഇസ് നോട്ട് എംപ്റ്റി എന്ന് നമ്മൾ അസ്യൂം ചെയ്ത്. അത് ചെയ്തപ്പോഴാണ് GM ഇന്റർസെക്ഷൻ H നോട്ട് ഈക്വൽ ടു 5 എന്ന് പറയേണ്ടി വന്നത്. അപ്പൊ ഇതൊരു കോൺട്രഡിക്ഷൻ ആയത് G ഇന്റർസെക്ഷൻ H നോൺ എംപ്റ്റി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. G ഇന്റർസെക്ഷൻ H നോൺ എംപ്റ്റി എന്ന് പറയാൻ പറ്റില്ല. G ഇന്റർസെക്ഷൻ H ഈക്വൽ ടു 5 എന്ന് എപ്പോഴും നമുക്ക് പറയേണ്ടി വരും. So we can find disjoint open sets. Gയും Hഉം disjoint ആക്കിയത് അങ്ങനെ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ്. ഈ കവറിന്റെ യൂണിയൻ എടുത്താലും നമുക്ക് ഡിസ്ജോയിന്റ് അല്ലാത്ത CIയും DIയും കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സിനെ ഫോം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഡിസ്ജോയിന്റ് ആണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ഈ വിധത്തിൽ തന്നെ ചെയ്യണം. അങ്ങനെ ഏത് രണ്ട് ക്ലോസ്ഡ് സെറ്റ് Cയും Dയും എടുത്താൽ നമുക്ക് രണ്ട് ഓപ്പൺ സെറ്റ്സ് Gയും Hഉം കണ്ടുപിടിക്കാം. C contained in G, D contained in H, and G intersection H equal to 5, and that is normality. So every regular Lindeloff space is normal. Lindeloff space ന്റെ definition ഓർക്കണം.
റെഗുലാരിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ, ഡെഫിനിഷൻ അല്ല. പോയിന്റും ക്ലോസ്ഡ് സെറ്റ് പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്തതും, അതാണ് ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പോയിന്റും പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഓപ്പൺ സെറ്റും എടുത്ത് അതിന് ക്യാരക്ടറൈസേഷൻ തിയറം ഫസ്റ്റ് സെമസ്റ്ററിൽ ലാസ്റ്റ് മൊഡ്യൂളിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ രണ്ടിടത്തും ഉപയോഗിക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്നുകൂടി നോക്കി നോട്ട്സും നോക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.